സുഖമേ എന്നോ ഞാൻ ചേർന്നിടുമോ. തുടർന്ന് ഈ വാത്സല്യഭവനത്തെ സ്നേഹിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസൻ ഇവാഞ്ചലിസ്റ്റ് ചാണ്ടപ്പിള്ള ഫിലിപ്പ് ദിവസം നമ്മൾ സംസാരിക്കും. അദ്ദേഹം ബ്രദറൻ സഭയുടെ അനുഗ്രഹീത സുവിശേഷ പ്രവർത്തകനാണ്, അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകനാണ്. പ്രത്യാശയുടെ വചനം നമ്മുമായി പങ്കുവയ്ക്കും. അത് കുടുംബത്തിന് നമുക്ക് ആശ്വാസമായി തീരട്ടെ. ബഹുമാന്യ ദേവദാസനെ ക്ഷണിക്കും. എഴുപത്തിയാറാമത്തെ വയസ്സിൽ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ അനുഗ്രഹീതയായ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് വിട ചൊല്ലുന്ന ഈ നിമിഷത്തിൽ കോട്ടയത്ത് നിന്ന് എനിക്കും എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം സഹവിശ്വാസികളോടൊപ്പം ഇവിടെ എത്താനും രണ്ട് വാക്ക് വചനത്തിലൂടെ പറയാനും അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ട അമ്മച്ചി, വേദനയോ രോഗമോ മരണമോ കണ്ണുനീരോ ഒന്നുമില്ലാത്ത സന്തോഷ നിറവിലായിരിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഓർപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെയെന്ന് വരികിലും മരണത്തിൻ്റെ ആ വേർപാടിൻ്റെ നൊമ്പരം ബന്ധപ്പെട്ടവരെ ആഴമുള്ള മുറിവിലേക്ക് കൊണ്ടുപോകുന്നുവെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണം ചെല്ലുന്ന വീടുകളിലെ വേണ്ടപ്പെട്ടവരുടെ നൊമ്പരത്തിൻ്റെ ആഴം എന്തുമാത്രമുണ്ടെന്ന് 7 മാസം മുൻപ് എൻ്റെ 38 വയസ്സുള്ള മകളുടെ മരണത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ഇന്നും ഒരളവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ടവർക്ക്, വിശേഷാൽ പ്രിയപ്പെട്ട അച്ചായൻ, അതുപോലെ മക്കൾ ജെസി, പാസ്റ്റർ സാബു, ജോൺസി, ബീന, ബിൻസി, ബ്രദർ സന്തോഷ്, ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവമാശ്വാസം ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായും എന്നോടിത് പറഞ്ഞില്ലെങ്കിലും ഇവിടം വരെ വരുമായിരുന്നു. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സന്തോഷ് എന്നെ വിളിച്ച് ഇവിടെ ചില വചനത്തിൻ്റെ വാക്കുകൾ പറയണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയൊരു സൗകര്യം ഒരുക്കി തന്ന ഇവിടുത്തെ ഇടവക വികാരി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ അനുഭവിക്കുന്ന ഇടവക ജനങ്ങളോടും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതവരുടെ ഹൃദയവിശാലതയെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. മരണസംബന്ധിയായ 3 ചോദ്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം 89-ാം സങ്കീർത്തനം 46-ാം വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആർ. മരണസംബന്ധിയായി ബൈബിൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രഥമമായ ഒരു ചോദ്യമാണിത്. ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആർ. എല്ലാവരും മരിക്കും. മരണത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പലയാവർത്തി സംസാരിച്ചവരൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ, മരണത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് ഓർപ്പിക്കട്ടെ. ഒന്ന്, അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയമനമാണ്. എബ്രായ ലേഖനം 9:27 വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നുവെന്നാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ നിയമനമാണ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ മരണമെന്ന് പറയുന്നത്.
അതുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിയമനത്തിൽ നിന്ന് മനുഷ്യന് മാറുവാൻ കഴിയുകയില്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും, വൈദ്യശാസ്ത്രം എത്ര വളർന്നാലും മനുഷ്യൻ മരിച്ചേ മതിയാകുകയുള്ളൂ. എൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, മനുഷ്യൻ നീട്ടുന്ന ചൂണ്ടുവിരലിൻ്റെ മുൻപിൽ ഒരാനയെ മുതൽ എറുമ്പിനെ വരെ കീഴ്പ്പെടുത്തുവാൻ അവന് ശക്തിയുണ്ടെങ്കിലും മരണത്തിൻ്റെ മുൻപിൽ അവൻ ആലില പോലെ പിറയ്ക്കുകയാണ്. മരണത്തെ നീക്കുവാൻ ഇതുവരെ മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് ഇരിക്കുന്നത്. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൻ്റെ മേൽ അധികാരമുള്ള മനുഷ്യനില്ല, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനുമില്ല. ഇവയ്ക്കൊക്കെ അധികാരമുള്ളത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ഒരുവനേയുള്ളൂ, അത് ദൈവമാണ്. മരണത്തെ സംബന്ധിച്ച് രണ്ടാമത് എൻ്റെ മനസ്സിലേക്ക് വന്നത്, മരണം ഒരു വേർപാടാണ്. എവിടെ നിന്ന് വേർപെടുന്നു? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുകയാണ്. ഈ മരണം കൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മച്ചി നഷ്ടപ്പെട്ടിട്ടില്ല, ഇല്ലാതായി തീർന്നിട്ടില്ല. ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അമ്മച്ചി ഇവിടെ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ മരണമെന്ന് പറയുന്നത് ഒരു വേർപാടാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഉപയോഗിക്കാൻ ഈ ശരീരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലൊക്കെ ചില ക്യാമ്പുകൾക്ക് കടന്നു പോകുമ്പോൾ അവിടെ പാടുന്ന പാട്ടുകളൊക്കെ എന്നെ വളരെ ചിന്തിപ്പിക്കാറുണ്ട്. കുറേ കാലം മുൻപ് കന്യാകുമാരിയിൽ ഒരു ക്യാമ്പിൽ സംബന്ധിച്ച് വചനം പറയാൻ ചെന്നപ്പോൾ അവിടെ പാടിയൊരു പാട്ടിൻ്റെ ഈരടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. അതിൻ്റെ എല്ലാ വരികളും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഒന്നിതാണ്: നീ വാഴും വാഴ്ക്കൈത്താൻ ഇത് വാടകൈ വീട് താൻ. നീ ജീവിക്കുന്നിടത്തോളം കാലം ഇത് വാടക വീടാണ് ഈ ശരീരം. ഇതൊഴിഞ്ഞു കൊടുക്കാൻ ഉടയതമ്പുരാൻ പറയുമ്പോൾ ഒഴിഞ്ഞു കൊടുത്തേ മതിയാകുകയുള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന സഹൃദയരോട് എനിക്ക് നിങ്ങളിൽ ഒരുവനെ പോലെ ഓർപ്പിക്കാനുള്ളത് ഇത്ര മാത്രമാണ്: നമ്മളൊക്കെ ഈ അമ്മച്ചിയോടുള്ള സ്നേഹത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കടന്നുപോയിട്ട് പല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഉറപ്പിലാണ് നാമൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. എന്നാലും ഒരു ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്: നമ്മൾ പോകുമെന്നുള്ളതിന് വല്ല ഗ്യാരണ്ടിയുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്താമെന്നാണ് ഞാൻ വീട്ടുകാരോട് പറഞ്ഞേച്ച് പോന്നിരിക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ ഹാർട്ടിൽ സ്റ്റെൻ്റ് ഇട്ടിട്ടുണ്ട്. കുറേ കാലം മുൻപ് ഒരു അബ്ഡോമിനൽ ബ്ലീഡിങ് എനിക്കുണ്ടായിട്ട് എൻ്റെ അടിവയറ്റിൽ 2 സ്റ്റെൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരളവിൽ പറഞ്ഞ 3 സ്റ്റെൻറ്റിലാണ് വൈദ്യശാസ്ത്ര പ്രകാരം ഞാനിങ്ങനെ നടക്കുന്നത്. എന്നാൽ ഈ പ്രഭാഷണം കഴിഞ്ഞ് എനിക്ക് നൽകിയ കസേരയിൽ പോയി ഇരിക്കുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരോട് എനിക്കതാണ് ഓർപ്പിക്കാനുള്ളത്. ഇവിടെയാണ് മനുഷ്യൻ്റെ സ്വയം എരിഞ്ഞടങ്ങേണ്ടത്. ഇവിടെയാണ് മനുഷ്യൻ്റെ അഹങ്കാരം തീരേണ്ടത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മരണം അതൊരു വേർപാടാണ്. 2, മരണത്തിൻ്റെ ആരംഭം എപ്പോഴാണ്? അതും വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പന ലംഘിക്കുമ്പോൾ നീ മരിക്കുമെന്നാണ്. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൻ്റെ ഉൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പന മനുഷ്യൻ ലംഘിച്ചപ്പോൾ മരണം മനുഷ്യനിലേക്ക് കടക്കുകയുണ്ടായി. അതാണ് റോമാലേഖനം 5:12 വായിക്കുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നുവെന്നാണ്. അങ്ങനെ പാപനിമിത്തം മനുഷ്യചരിത്രത്തിൻ്റെ ഉൽപ്പത്തിയിൽ മനുഷ്യനിലേക്ക് പ്രവേശിച്ച ഈ മരണം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി മനുഷ്യനിൽ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകളായി ആ മരണത്തിൻ്റെ വിഷപ്പല്ലുകളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിൻ്റെ ആരംഭവും മരണത്തിൻ്റെ സാർവത്രികതയും അവിടെ നാം മനസ്സിലാക്കുന്നുണ്ട്. ഒടുവിലായി അതുകൊണ്ട് മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? മരണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യാത്രയയപ്പിന് വേണ്ടി ഒരുങ്ങണം. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നയാളാണ്. ഇവിടെ വന്ന കർത്താവിൻ്റെ ദാസന്മാരായ PG ജെയിംസ്, എബി കെ ജോർജ്, ഇവരെല്ലാം
എന്നോടൊപ്പം ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. സുവിശേഷ സ്നേഹികളും സുവിശേഷ വാഹകരുമാണ് അവരിരുവരും. അവരും ഒരുപാട് യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന ഈ ഒരുപാട് അച്ഛന്മാരും അതുപോലെ പാസ്റ്റേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ യാത്രയ്ക്ക് മുൻപ് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കും. എനിക്ക് ഈ വ്യാഴാഴ്ച വൈകിട്ട് ബാംഗ്ലൂർക്ക് പോകണം. അവിടെ പോകുന്ന കാര്യം പറയാനല്ല, ഞാൻ ഇപ്പോഴേ എൻ്റെ പെട്ടിക്കകത്ത് കൊണ്ടുപോകേണ്ട മുണ്ടും ഷർട്ടുമെല്ലാം ഞാൻ അടുക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്കൊരു യാത്രയുണ്ട്, എനിക്കൊരു പുറപ്പാടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമുക്കൊരു യാത്രയുണ്ട്, നമുക്കൊരു പുറപ്പാടുണ്ട്. ഈ അമ്മച്ചിയുടെ ശരീരത്തിന് യാത്രയയപ്പ് കൊടുക്കാൻ നാം ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ നമുക്കും ഒരു യാത്രയയപ്പ് നൽകാൻ ആളുകളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടുന്ന ഈ ഒരു സമയമുണ്ടെന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകാൻ പാടില്ല. പഴയ കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും. നമ്മളിപ്പോൾ നിർനിമേഷരായിട്ട് ഇവിടെ നിൽക്കുകയാണ്, നിസ്സഹായരായിട്ട്. ഈ അമ്മച്ചി അയൽവക്കക്കാരിയാണ്, ബന്ധപ്പെട്ടവരാണ്. അവിടം വരെ ചെന്നില്ലെങ്കിൽ എങ്ങനെയാ, മോശമല്ലേ, പിന്നെ അവരുടെ മുഖം കാണേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചും ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെന്ന് ഒരു മലയാളക്കരയിൽ ജീവിക്കുന്ന എനിക്ക് നന്നായി മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു വസ്തുത ഞാൻ പറയട്ടെ, നമ്മളും ഈ പേടകത്തിൽ കിടക്കും കേട്ടോ. തണുത്തുറഞ്ഞ ശരീരവുമായി നമ്മളും ഈ പേടകത്തിൽ കിടക്കും. ഒരു യാത്രയയപ്പാ. ആ യാത്രയയപ്പിൽ ഞാനും നിങ്ങളും ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഈ ഒരുങ്ങുക? ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനുമൊക്കെ എന്നേക്കാൾ നന്നായിട്ട് വചനപാണ്ഡിത്യമുള്ളവരാ. അവർക്കിതൊക്കെ മനസ്സിലാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അതിനുള്ള ഭാഷയാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അതൊരു ഉപദേശിമാരുടെയോ അച്ഛന്മാരുടെയോ പെന്തക്കോസ്തുകാരുടെയോ ബ്രദറുകാരുടെയോ യാക്കോബക്കാരുടെയോ ഓർത്തഡോക്സുകാരുടെയോ ഭാഷയല്ല, അത് ബൈബിൾ ഭാഷയുമാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജഡപ്രകാരമുള്ള ആളുകൾ രക്ഷിക്കപ്പെടണമെന്ന് വളരെ ആഗ്രഹിച്ചയാളാണ്. അദ്ദേഹം എന്താ പറയുന്നത്? സഹോദരന്മാരെ, അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നു തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള യാചനയുമാകുന്നുവെന്നാണ്. ദൈവത്തിൻ്റെ വലിയ താല്പര്യമാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെടണമെന്നുള്ളത്. എന്താണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് ഈ കൂടാരത്തിൻ്റെ കീഴിൽ വന്നിരിക്കുന്നവരോട് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ചും ഇച്ഛിക്കുന്ന ഈ ഒരു കാര്യം ഇന്ന് രാവിലെ പ്രഖ്യാപിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെട്ടിട്ട് മാത്രമേ ഇവിടെ നിന്ന് വിടവാങ്ങാവൂ എന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. എന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അത് സംബന്ധിച്ചും തെറ്റിദ്ധാരണ മനുഷ്യനുണ്ട്. സഭാമാറ്റമാണെന്ന് ചിലർ ചിന്തിക്കും. ഞാൻ പഠിക്കുന്ന വേദപുസ്തകം 50 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടേക്കുമെന്നല്ല, നീ രക്ഷിക്കപ്പെടും എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് സമാനമായൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ചേർന്ന വചനം പറയാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് രക്ഷിക്കപ്പെടുക. ഇവിടെ വന്നിരിക്കുന്നവർ ഏത് മതമാകട്ടെ, ഏത് സഭയാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഇന്നേക്ക് 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തെ ആവഹിച്ചുകൊണ്ട് കാൽവറിയിലെ കൊലമരത്തിലേക്ക് കയറി 3 ആണുകളിൽ തൂങ്ങി മരിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് മാനവജാതിയുടെ ന്യായവിധി മുഴുവൻ അനുഭവിച്ചുകൊണ്ട് മരിച്ച് 3-ാം ദിവസം അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ഈ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് ഏറ്റുപറഞ്ഞു സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുന്നതിനാണ് രക്ഷിക്കപ്പെടുക എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഞാനൊരു വസ്തുത ഇവിടെ പറയാൻ മടിക്കുന്നില്ല. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരാളാണ്.
എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് നിങ്ങളുടെ സമീപത്ത് തന്നെയാണ്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴ ജില്ലയിൽ ഇവിടെ എടത്വ സെൻ്റ് അലോഷ്യസ് കോളേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടി ഒരു വൈകാരികമായ ഒരനുഭവമുണ്ടായി. അതിൻ്റെ സമീപത്തുള്ള കുന്തിരിക്കലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ ആളുകളെല്ലാം കുന്തിരിക്കൽ CSI പള്ളിയുടെ ഇടവാംഗങ്ങളാണ്. ഞാൻ അവിടെയാണ് പഠിച്ചത്. കുന്തിരിക്കൽ CMSൽ പഠിച്ചു, അതുപോലെ തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് എടത്വ ITCയിൽ പഠിച്ചു. എന്തുകൊണ്ട് സെൻ്റ് അലോഷ്യസിൽ പഠിച്ചില്ലെന്ന് ചോദിച്ചാൽ ഞാൻ തിരഞ്ഞെടുത്തത് ITC ആയിരുന്നു. എനിക്കതായിരുന്നു താല്പര്യം. അവിടെയൊക്കെ പഠിച്ചതാണ്. എന്നാൽ എൻ്റെ 19-ാം വയസ്സിൽ അപ്പം പറഞ്ഞു, ഇവിടുന്ന് നമുക്ക് കൂടാരമൊന്ന് മാറ്റിയടിക്കാം. അങ്ങനെ മാറ്റിയടിച്ചു മല്ലപ്പള്ളിയിലെത്തി. ഞങ്ങളെല്ലാവരും അവിടെ പോയി. ചിലരൊക്കെ മരിച്ചു, അപ്പനും അമ്മയും സഹോദരങ്ങളിൽ ചിലരും കടന്നുപോയി. ഇനി ഞങ്ങൾ ചിലരുണ്ട്. അതുകൊണ്ട് ഈ ദേശവുമായി എനിക്ക് വൈകാരികമായ ബന്ധമുണ്ട്. എൻ്റെ 19-ാം വയസ്സിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എൻ്റെ ഹൃദയം തുറന്ന് ഏറ്റുപറഞ്ഞ് രക്ഷകന് കർത്താവുമായി സ്വീകരിപ്പാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ ഉണ്ടായി. കാലങ്ങൾ കഴിഞ്ഞു. ഈ അടുത്തിടയിൽ പ്രിയപ്പെട്ട EBK ജോർജ് എന്ന് പറയുന്ന എൻ്റെ വാത്സല്യ മകൻ്റെ പ്രായമേ ഉള്ളൂ, കർത്താവിൻ്റെ വിലയേറിയ ദാസനാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സന്തോഷിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം, സന്തോഷിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ച എന്താ കാര്യം? അച്ചാൻ്റെ ഒരു മെസ്സേജ് യൂട്യൂബിൽ സന്തോഷ് കേട്ടു. അതിലൊരു വിഷയം പറഞ്ഞത് ഇങ്ങനെയാണ്: കാണാതെ പോയതിനെ അന്വേഷിച്ച് ദൂരേക്ക് പോകുന്നതിന് മുൻപ് വീട്ടിൽ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ വാക്ക് ബെൻസിക്കും സന്തോഷിനും വലിയ കുറ്റബോധം ഉളവാക്കി. അവർ പറഞ്ഞു, അവിടം വരെ എത്തണം, അമ്മച്ചിയോടൊന്നും അപ്പച്ചനോടും സുവിശേഷം പറയണം. ആദ്യത്തെ വരവിൽ തന്നെ നല്ല ഭക്ഷണം അമ്മച്ചി ഒരുക്കി തന്നു. ഞാനൊരു വാക്ക് പറയട്ടെ, അമ്മച്ചി ഭയങ്കര സാമർത്ഥ്യക്കാരിയാണ്. ഈ സാമർത്ഥ്യക്കാരി എന്ന് പറയുന്ന അയൽവാസികളോട് വഴക്കുണ്ടാക്കുന്ന സാമർത്ഥ്യമല്ല, പിന്നെ കുടുംബം നോക്കുന്ന സാമർത്ഥ്യം. അത് ബഹുമാനപ്പെട്ട അച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ അച്ഛനൊന്നും അറിയുന്നില്ല. ഈ കുടുംബത്തെ ശരിയായ വിധത്തിൽ നയിക്കാനുള്ള ധൈര്യവും ബലവും കഴിവും ഈ തരുണി രത്നത്തിന് കൊടുത്തിരുന്നുവെന്ന് അന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാൽ അന്ന് വ്യക്തമായി സുവിശേഷം പറഞ്ഞപ്പോൾ ഈ അച്ഛനെ അകത്തെ ലിവിംഗ് റൂമിൽ നിന്നുകൊണ്ട് വളരെ വേദനയോടുകൂടി യേശുവിനെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ചു. അന്നും അമ്മച്ചി ഇങ്ങനെ നിൽക്കുക, മത്സരിച്ച്. സഭമാറാനൊന്നും പറഞ്ഞില്ല അച്ചു, സഭമാറാൻ പറഞ്ഞില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അങ്ങനെ അമ്മച്ചി? ഞാൻ പള്ളി പോകുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ എന്നാ രക്ഷിക്കപ്പെടാൻ? എനിക്ക് തോൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം പറഞ്ഞിട്ടും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. വീട്ടിൽ ചെന്നിട്ട് വീണ്ടും എനിക്ക് ഭാരം, എബിക്ക് ഭാരം, സന്തോഷിന് ഭാരം, ബെൻസിക്ക് ഭാരം, മറ്റുള്ള മക്കൾക്കും ഭാരം. ഞാൻ എന്ത് ചെയ്തു? എബിയോട് പറഞ്ഞു, മോനെ നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ അമ്മച്ചി ഈ സിറ്റൗട്ടിൽ കസേരയിൽ വന്നിരുന്നു. ഞാൻ അമ്മച്ചിയോട് ഹൃദ്യമായി വീണ്ടും ശക്തമായിട്ട് ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചി എന്നോടൊരു ചോദ്യം, ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു കൊടുത്ത് ഇവിടെ വെച്ച് കണ്ണുനീരോടുകൂടെ ഈ അമ്മച്ചി കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു. ആ കരമുയർത്തി ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടു. ആകയാൽ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ഞാൻ പറയുകയാണ്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, രക്ഷിക്കപ്പെടണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം. യേശു വരാറായി, നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ അറിഞ്ഞാൽ പോരാ, യേശുവിനെ ഓർത്താൽ പോരാ. യേശു ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ ആ യേശുവിന് വേണ്ടി ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത്, അപ്പാ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് തീരുമാനമെടുത്ത് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. സമയം നമുക്ക് പരിമിതമാണ്. എങ്കിലും രണ്ട് കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് വെച്ചെടുത്ത് അടുത്ത 2 ചോദ്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. മരണസംബന്ധിയായി ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ്. ആ 14-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ?
ഇതൊരു ചോദ്യമാണ്. എവിടെയാണ് ഈ പുള്ളിക്കാരെല്ലാം പോകുന്നത്? നമ്മളിവിടെ ഈ ശരീരം വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു, പാടുന്നു, ഇനി ബഹുമാനപ്പെട്ട അച്ഛന്മാർ വന്ന് ആ ശുശ്രൂഷകളൊക്കെ നിവർത്തിക്കും. ചോദ്യം ഇതാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങോട്ടായി പോകുന്നത്? ഇവരുണ്ടോ? ഞാനൊരു വസ്തുത ഇവിടെ നിന്നുകൊണ്ട് പറയാം, ഞാൻ ഈ പോയവരെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ടില്ല. പോകാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഒരു വസ്തുത പറയാം, മരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാനമല്ല. ഏതോ ഒരു പാട്ടുകാരൻ പണ്ട് പാടി, മനുഷ്യൻ ആരടി മണ്ണിൽ നീറി ഒടുങ്ങിപ്പോകുന്ന ജീവിതമാണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്ന് പറയുന്നത് ആരടി മണ്ണിൽ നീറി ഒടുങ്ങിപ്പോകുന്ന ജീവിതമല്ല. കല്ലുകൾക്കപ്പുറത്ത് അവൻ ജീവിക്കുന്നുവെന്നുള്ള സത്യം ഞാനും നിങ്ങളും ഓർക്കണം. അതെന്താണ് കാരണം? ഒന്ന്, മനുഷ്യന് വിലപ്പെട്ട ഒരാത്മാവുള്ളത് കൊണ്ട്. ഈ ആത്മാവ് നശിക്കാത്തതാണ്. എല്ലാ പുരാണങ്ങളും അത് പറയുന്നുണ്ട്. ആത്മാവിനെ സംബന്ധിച്ച് അത് അമർത്യമായത്, അതുല്യമായത്, അനശ്വരമായതാണ്. ഒരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ആത്മാവിനെ വാളുകൊണ്ട് വേദിപ്പിക്കാനോ അഗ്നി കൊണ്ട് ജലമാക്കുവാനോ കാറ്റുകൊണ്ട് ഉണക്കുവാനോ കഴിയാത്തതാണ് മനുഷ്യൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് അനശ്വരമാണ്. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം ഒരു വിലപ്പെട്ട ആത്മാവുള്ളത് കൊണ്ട് മരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാനമല്ല. മരണത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ശരീരം പൊടിയിൽ നിന്നെടുത്തതാകൊണ്ട് അത് പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നുവെന്നാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളുടെ സമ്മിശ്രമാണ്, മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും. ശരീരം മണ്ണിൽ നിന്ന്, ആത്മാവ് വിണ്ണിൽ നിന്ന്. മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരം മണ്ണിലേക്ക് പോകും, ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. വിണ്ണിലേക്ക് പോകുമെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല, ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കസ്റ്റഡിയിലേക്ക്. പിന്നെ എങ്ങോട്ടാണ് ഈ ആത്മാവ് പോകുന്നത്? അത് വളരെ വ്യക്തമായി യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവ കഥയിലൂടെ മരണത്തിൻ്റെ മറുശീല മാറ്റിക്കൊണ്ട് മരണത്തിൻ്റെ മറുകരയിൽ മരിക്കുന്നവർക്ക് എന്തു സംഭവിക്കുമെന്നും മരിച്ചതിന് ശേഷം മനുഷ്യൻ എവിടെയാണെന്നും യേശു അവിടെ പറയുകയുണ്ടായി. ലാസർ മരിച്ചു, അവനെ സ്വർഗത്തിലെ ദൂതന്മാര് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് പറയുന്നത് യഹൂദന്മാർ പർദീസയ്ക്ക് കൊടുത്തിരുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതായത് ലാസർ പർദീസയിലേക്ക് പോയി. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് യാതനാ സ്ഥലത്തേക്ക് പോയി. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? ഒന്ന്, ഒരു കൂട്ടർ ഇമ്പങ്ങളുടെ പർദീസയിലേക്കും മറ്റൊരു കൂട്ടർ യാതനാ സ്ഥലത്തേക്കും പോകുമെന്ന് നമ്മളാരുമല്ല പഠിപ്പിച്ചിരിക്കുന്നത്, ഒടേ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം, ലാസർ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പർദീസയിലേക്ക് പോകാൻ കാരണം? ചില ആളുകൾ പറയുന്നത് ദരിദ്രന്മാർക്കുള്ളതാണ് സ്വർഗമെന്ന്. അങ്ങനെ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. ദരിദ്രന്മാരെല്ലാം സ്വർഗത്തിലല്ല പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പോയതെന്നുള്ളത് ധനവാന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുന്നത് എന്താ? ഇവരെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ലാസറിനെ ഒന്ന് പറഞ്ഞയക്കണം. അതെന്തിനു വേണ്ടിയാ പറഞ്ഞയക്കുന്നത്? അവർ നരകത്തിലേക്ക് വരാതിരിപ്പാൻ, ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ, ഇവരുടെ വാക്ക് കേട്ടിട്ട് അവരെന്ത് ചെയ്യട്ടെ? മാനസാന്തരപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ധനവാൻ ഒരു കാര്യം ബോധ്യമായി, യാതനാ സ്ഥലത്ത് ഞാൻ വന്നത് മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ട്, ലാസർ പർദീസയിലേക്ക് പോയത് മാനസാന്തരപ്പെട്ടത് കൊണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരാരുമാകട്ടെ, ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്, അഥവാ രക്ഷിക്കപ്പെടണമെന്ന്. അതുകൊണ്ട് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെയെന്ന് ചോദിച്ചാൽ രണ്ട് മറുപടിയുള്ളൂ. യഥാർത്ഥമായി രക്ഷാനിർണയത്തിലേക്ക് വന്നവര് അവരാരായിരുന്നാലും അവർ ഇമ്പങ്ങളുടെ പർദീസയിലായിരിക്കും, അല്ലാത്തവർ യാതനാ സ്ഥലത്തായിരിക്കുമെന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. മരണ സംബന്ധിയ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അത് ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ തന്നെയാണ് 10-ാം വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ശാസ്ത്രം എന്താ ഇതിന് മറുപടി? അവർക്കൊന്നും പറയാനായിട്ടില്ല. ബൈബിളാണ് ഇതിനൊക്കെ മറുപടി. അത് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ബൈബിൾ വായിക്കണം കേട്ടോ. അത് വിമർശിക്കാനാണെങ്കിലും വിശ്വസിക്കാനാണെങ്കിലും ബൈബിൾ വായിക്കണം. ഈ ബൈബിൾ എന്താണ്? ദൈവവിശ്വാസിയെ തിരുവെഴുത്താണ്. ഇതൊരു മതഗ്രന്ഥമല്ല. ഇതൊരു മതഗ്രന്ഥമായിരുന്നെങ്കിൽ കോട്ടയത്തു നിന്ന് ഇത് താങ്ങിപ്പിടിച്ചുകൊണ്ട് ഞാൻ
ഞാനിവിടെ വരത്തില്ല. ഇത് വചന മതഗ്രന്ഥമല്ല. ഇതെന്താണ്? ദൈവശ്വാസിയ തിരുവെഴുത്താണ്, യഹോവയുടെ പുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഈ വസ്തുത ഞാനും നിങ്ങളും ഓർത്തുകൊള്ളണം. ഈ ബൈബിളാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നമുക്ക് നൽകുന്നത്. ഇവിടെ ചോദിക്കുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ബൈബിൾ പറയുന്നു വീണ്ടും ജീവിക്കുമെന്ന്. ഞാനൊരു വസ്തുത പറയട്ടെ. അല്പം ചില മിനിറ്റുകൾ കഴിഞ്ഞ് 12 വരെ നമുക്ക് അനുവദിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ എനിക്ക് അവിടം വരെ പ്രസംഗിക്കാൻ ഒക്കുകയില്ല. ഇനിയും ചില കാര്യങ്ങൾ കൂടെയുണ്ട്. 4 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഈ ഭൗതിക ശരീരം ഈ പേടകത്തിൽ നിന്ന് പെട്ടിയിലേക്ക് വെച്ചിട്ട് അടുത്തുള്ള പള്ളിയുടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട കല്ലറയിലേക്ക് മണ്ണിലേക്ക് ഇത് വെക്കുമ്പോൾ വെക്കുന്ന ഞങ്ങൾക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട്. ഈ ശരീരം ഉയർക്കാനായിട്ട് പോകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും. അടുത്തത് പറയുക, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. രക്ഷിക്കപ്പെട്ടവരുടെയൊക്കെ ശരീരം ദൈവത്തിൻ്റെ ശവമാണ്. ഞാനതൊക്കെ വിവരിക്കാൻ പോയ സമയമെടുക്കും. ഇത് ദൈവത്തിൻ്റെ ശവമാണ്. ഇപ്പം മക്കളും അച്ഛനും ഒക്കെ അതിനോട് വളരെ അടുത്തായിരിക്കുന്നത്. എന്നാൽ ഒരു 3 ദിവസമോ 2 ദിവസമോ ഈ മോർച്ചറി മാറ്റിയിട്ട് വെട്ടിക്കകത്ത് വെച്ചാട്ട് ഈ മക്കൾ ഇങ്ങനെ വിളിച്ചു പറയും, ഇതിവിടെ വെക്കണ്ട, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി അടക്കം ചെയ്യാൻ പറയും, ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. അപ്പോഴും ദൈവം പറയുന്ന എന്നാണെന്നറിയാമോ? ഇതെൻ്റെ ശവമാണ്, ഇതെൻ്റെ ശവമാണ്, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ശരീരമാണ്, ഇത് വീണ്ടെടുക്കപ്പെടേണ്ടതാണ്. എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഭൂമിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ, നിശ്ചയമായും ഒരു ഉയർപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് തീരുന്നില്ല, മരിച്ചവർ ഉയർക്കും. എന്താണ് അതിൻ്റെ തെളിവ്? ഒരേ തെളിവേ ഉള്ളൂ, അതാണ് പ്രധാനം. അത് യേശുവിൻ്റെ ഉയർപ്പാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിൽ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയ്ക്ക് മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? യേശു ഉയർത്തെഴുന്നേറ്റോ? ആവോ, ആര് കണ്ടു? യേശു ഉയർത്തെഴുന്നേറ്റ് കേട്ടോ. ഇന്ന് പലസ്തീനിൻ്റെ വിരിമാറി തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ദൈവകൃപയാൽ പണത്തിൻ്റെ ആ കൊഴുപ്പ് കൊണ്ടല്ല, ആഗ്രഹം കൊണ്ട് ഉള്ളതൊക്കെ കെട്ടിപ്പെറുക്കി പോയി ഞാൻ ആ പലസ്തീനിൽ ഈ കല്ലറയൊന്ന് കാണാൻ. അതുകൊണ്ട് താൻ സ്വർഗത്തിൽ പോകുകയല്ല. എന്നാൽ അതിനല്ല പോകുന്നത്. രക്ഷിക്കപ്പെട്ടാൽ പോകും, ഞാൻ രക്ഷിക്കപ്പെട്ടതാ. എന്നാൽ എന്തിന് കാണാൻ പോയി? ഒന്ന് കാണാനൊരു സന്തോഷം. അവിടെ ചെന്ന് കേട്ടോ, തുറക്കപ്പെട്ട കല്ലറ. അന്ന് കൊത്തി വെച്ച ഒരു വാചകം അവിടെയുണ്ട്. അച്ഛൻ പോയി കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛന്മാർ പലരും പോകുന്നുണ്ട്. അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വാചകം ബൈബിളിലേത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് പാട്ടുപാടി. പ്രിയപ്പെട്ടവരെ, എന്താ പാടിയെന്നറിയാമോ? ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ബഹുമാന്യനായ ചെറിയാൻ സാറിൻ്റെ പാട്ടുപാടി. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ പാടി. ആ യേശു മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ ഈ അമ്മച്ചിക്കും ഒരു ഉയർപ്പുണ്ടെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ടെന്നുള്ള സത്യം ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പറയുന്നത് 1ാമത്തെ പുനരുത്ഥാനമാണ്. വെളിപ്പാട് പുസ്തകം 20-ൽ പറയുന്നു, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് 2-ാം മരണത്തിലേക്ക് പോകണ്ട. എന്താണ് 2-ാം മരണം? നിത്യമായ നരകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇന്ന് പകലിൽ പറയട്ടെ, ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം ഒരു 1-ാം പുനരുത്ഥാനമാണ് വേണ്ടത്. 2-ാം പുനരുത്ഥാനം 2-ാം മരണത്തിലേക്ക് പോകുന്നത്, നരകത്തിലേക്ക് പോകുന്നത്. ആദ്യം നടക്കേണ്ടത് 1-ാം പുനരുത്ഥാനം. അതെപ്പോഴാണ് നടക്കേണ്ടത്? നമ്മുടെ കർത്താവായ യേശു വേഗം വരാൻ പോകുകയാണ്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സംഭവിക്കാം. പ്രിയപ്പെട്ട സഹോദര, യേശു വേഗം വരും. യേശു വരുന്നതിൻ്റെ അടയാളങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ചുവരെടുത്ത് വായിക്കുന്ന ഏതൊരു വ്യക്തിയും തലകുലുക്കി സമ്മതിക്കും, യേശു വരാൻ പോകുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കയ്യെത്താവുന്ന ദൂരത്ത് യേശുവായിരിക്കുകയാണ്. യേശു വരാറായി. യേശു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കെല്ലാവർക്കും കൂടെ ആ വചനം അങ്ങ് പറയാം. 1
തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ആ പ്രത്യാശയുടെ വചനം ഒന്നിച്ചൊന്ന് പറഞ്ഞാട്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ആ പ്രത്യാശയോടുകൂടെ ഈ ഭൗതിക ശരീരത്തിന് ശേഷം ശുശ്രൂഷയുടെ കൊടുത്ത് നമുക്കടക്കം ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. സമയം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടാണ് ഞാൻ കൂടുതൽ നന്ദി പറയുന്നത്. അദ്ദേഹം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു സമ്മേളനം ഇവിടെ നടക്കുകയില്ലായിരുന്നു. അച്ഛനോട്, പാസ്റ്റേഴ്സിനോട്, വിശേഷാൽ പ്രിയപ്പെട്ട പാസ്റ്റർ സാബു കുടുംബം, സന്തോഷ് കുടുംബം, അതുപോലെ പ്രിയപ്പെട്ട മകന്, എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു. ബഹുമാനി ദേവദാസനോടുള്ള പ്രത്യേകം നന്ദി കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. സമയം അവിടെ മുൻപോട്ട് പോയെന്ന് എനിക്കറിയാം. എങ്കിലും കാനഡയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള കർത്താവദാസൻ പാസ്റ്റർ ബാബു ജോർജ്, അതിനുശേഷം പാസ്റ്റർ ജോൺ ശുശ്രൂഷിക്കുന്ന സഭയും പ്രതികരിച്ച് ജിയോ ജോൺ മാത്യു, അവർ സമയം വളരെ ചുരുക്കം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അവരെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടും.